വചനമൊഴി സെപ്റ്റംബർ 24. വചനഭാഗം 1 യോഹന്നാൻ 2:18-29, യോഹന്നാന്റെ സുവിശേഷം 7:25-31-40-43. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോയെക്കുറിച്ചുള്ള ജെറുസലേമിലെ ജനങ്ങളുടെ സംസാരമാണ് പ്രതിപാദിക്കുന്നത്. ഈശോ ജെറുസലേമിൽ പഠിപ്പിക്കുന്നത് കണ്ടപ്പോൾ ചിലർ പറയുന്നു, ഇവനെയല്ലേ അവർ കൊല്ലാൻ ശ്രമിക്കുന്നത്? ഇവൻ പരസ്യമായി സംസാരിക്കുന്നു, ആരുമൊന്നും ചെയ്യുന്നില്ല. ഇവൻ മിശിഹായാണ് എന്ന് അധികാരികൾ മനസ്സിലാക്കി കാണുമോ? ഈശോയെ വധിക്കാൻ ശ്രമിക്കുന്നവരും ഈശോ മിശിഹ ആണെന്ന് വിശ്വസിച്ചിരുന്നവരും ഈ രണ്ട് വിഭാഗത്തിലും പെടാത്തവരുമായ ആളുകൾ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് അവരുടെ സംഭാഷണത്തിൽ നിന്നും വ്യക്തമാണ്. ഈശോയിൽ വിശ്വസിക്കുന്നവർ രണ്ട് കാര്യങ്ങളാലാണ് അവിടുത്തെ വിശ്വസിക്കുന്നത്. ഒന്ന്, അവിടുത്തെ പ്രവൃത്തികൾ കണ്ട്. രണ്ട്, അവിടുത്തെ വാക്കുകൾ ശ്രവിച്ച്. വാക്കുകളും പ്രവൃത്തികളുമായിരുന്നു മിശിഹായുടെ അടയാളമായി ജനങ്ങൾ കണ്ടത്. മിശിഹായുടെ അനുയായികളും വാക്കുകൾ കൊണ്ടും പ്രവൃത്തികളിലൂടെയും മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാം. വ്യാജ പ്രബോധകരെ തിരിച്ചറിയുവാൻ 3 കാര്യങ്ങൾ ഇന്നത്തെ ലേഖനഭാഗത്ത് യോഹന്നാൻ ശ്ലീഹ പറയുന്നു. കൂട്ടായ്മയിൽ നിന്ന് പുറത്തു പോകുന്നവർ, പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവർ, വിശ്വാസികളെ വഴിതെറ്റിക്കുന്നവർ. സഭാ കൂട്ടായ്മയോട് വിശ്വസ്തത പുലർത്തി പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യദൈവത്തെ ഏറ്റുപറയുന്ന, വാക്കിലും പ്രവൃത്തികളിലും ആധികാരികത പുലർത്തുന്ന, അങ്ങനെ മിശിഹായ്ക്ക് സാക്ഷികളാകുന്ന വിശ്വാസികളാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായി ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹപൂർവ്വം, കുറ്റ്യാനിക്കൽ സെബാസ്റ്റ്യൻ.